തങ്കലാൻ, റൈറ്റർ ഡയറക്ടർ പാ രഞ്ജിത്ത്. സോ പാ രഞ്ജിത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമ നമുക്ക് തന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ് പാ രഞ്ജിത്ത്. സോ പാ രഞ്ജിത്തിൻ്റെ കൂടെ തന്നെ ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഡയലോഗ്സിൽ തമിഴ് പ്രഭയും അതുപോലെ തന്നെ വന്നിട്ട് അഴകിയ പെരിയവൻ എന്ന് പറയുന്ന രണ്ടുപേരും കൂടി ഇതിൻ്റെ അകത്ത് ഡയലോഗ്സിൽ എഴുതിയിട്ടുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ തമിഴ് ഡയലോഗ്സ് കുറച്ചും കൂടിയും ഭയങ്കര കട്ടി ആയിട്ടുള്ള ഒരു തമിഴ് ഡയലോഗ്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം സബ് ടൈറ്റിൽ ഇല്ലാതെ ഈ സിനിമ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരുപാട് ഒരുപാട് ഡയലോഗ്സ് ഒക്കെ ഭയങ്കര പഴയ തമിഴിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയലോഗ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരുവിധം പഴയ തമിഴൊക്കെ എനിക്ക് മനസ്സിലാവുമെങ്കിലും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡയലക്റ്റ് ഒക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ പാതി സിനിമ ആക്ച്വലി സബ് ടൈറ്റിൽ നോക്കിയിട്ട് തന്നെയാണ് കാണേണ്ടി വന്നിട്ടുള്ളത്. വിക്രം അതുപോലെ തന്നെ പാർവതി തിരുവോത്ത് ഇതിൽ വിക്രത്തിൻ്റെ ഹീറോയിൻ, വിക്രത്തിൻ്റെ നായികയായിട്ട് വരുന്നുണ്ട്. വെരി പവർഫുൾ ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. മാളവിക മോഹൻ അഗെയിൻ പുള്ളിക്കാരിയുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ പവർഫുൾ ആയിട്ടുള്ളൊരു റോള്. പിന്നെ പശുപതി ഇതിൻ്റെ അകത്ത് ഭയങ്കര രസമുള്ളൊരു റോള് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഹരികൃഷ്ണൻ, അതുപോലെ തന്നെ വേട്ടൈ മുത്തുകുമാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുറേ നമ്മൾ പറഞ്ഞില്ല ഒരു പീരിയോഡിക് സിനിമയാകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഉള്ള ഒരുപാട് ഒരു ഇന്ത്യൻ സൈറ്റിലും നോൺ ഇന്ത്യൻ സൈറ്റിലും ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന സമയത്ത് വെച്ചാൽ ഇതിൻ്റെ മേക്കിംഗ്, ഇതിൻ്റെ ആർട്ട് വർക്ക് ഇതൊക്കെ വന്നിട്ട് വളരെ ഗംഭീരമായിട്ട് തോന്നുന്നുണ്ട്. ആർട്ട് ഡയറക്ഷൻ ആക്ച്വലി SS മൂർത്തിയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി വന്നിട്ട് സാം ആണ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് GV പ്രകാശാണ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് അതിഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ പാട്ടുകൾ GV ഈ ടൈപ്പ് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് GVക്ക് കൃത്യമായിട്ട് അറിയാം ആ സിനിമയുടെ ടോൺ എന്താണെന്ന്, ആ സിനിമയുടെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് GV ഹൃദയത്തിൽ നിന്നും പാട്ടുണ്ടാവില്ല, ആ രീതിയിലാണ് ആക്ച്വലി GV ഇതിനകത്ത് പാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇതിന് മുമ്പ് ഒരു പാട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല. സോ തിയേറ്ററിൽ നിന്ന് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീലായി. പാട്ടും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ ഗംഭീരമായിട്ടുള്ള വർക്ക് GV പ്രകാശ് ചെയ്തിട്ടുണ്ട്. പാ രഞ്ജിത്ത് വരുന്ന സമയത്തൊക്കെ വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് പാറ്റേൺ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പാ രഞ്ജിത്ത് എപ്പോഴും ആ ഒരു കാസ്റ്റ് സവർണർ അവർണർ എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിലാണ് എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ബേസ് ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. പശുപതിൻ്റെ ക്യാരക്ടർ പല സമയത്തും വന്നിട്ട് അതൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് റിസർച്ച് പോയിട്ടുള്ള സിനിമയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി. നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂർവികം, നമ്മുടെ ലാൻഡൊക്കെ വന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്, ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ളൊരു റൈറ്റിംഗ് വർക്ക് പോയിട്ടുള്ള ഒരു സിനിമയായിട്ട് തങ്കലാൻ ഫീൽ ചെയ്തു. ഒരു സൂപ്പർസ്റ്റിഷ്യസ് ഇടകലർത്തിയിട്ട് ഉള്ള ഒരു കാസ്റ്റ് ബേസ്ഡ് ഫിലിം ഒരു ഫിലിമായിട്ടാണ് ആക്ച്വലി തങ്കലാൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. വിക്രം തങ്കലൻ്റെ ആക്സൻറ്റുകളൊക്കെ അതിഗംഭീരമായിട്ട് വിക്രം ചെയ്തിട്ടുണ്ട്. 2 ക്യാരക്ടറായിട്ട് വിക്രം വരുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഫൈറ്റ് കൊറിയോഗ്രാഫി ഞാൻ നേരത്തെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് ആക്ച്വലി ഫസ്റ്റ് ഹാഫിൽ വരുന്നൊരു ഫൈറ്റ് സീക്വൻസ് ആണ്, പ്രൊളോങ്ഡ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ആണ്. അത് വളരെ ഗംഭീരമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള പോലെ ഫീൽ ചെയ്തു. അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയും. അതിൻ്റെ അകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നത് ആക്ച്വലി പാർവതിയല്ല, നമ്മുടെ മാളവിക മോഹൻ ആണ്. മാളവിക മോഹൻ നമ്മൾ പറഞ്ഞു, മാളവിക മോഹൻ നമ്മൾ കണ്ട് പരിചയമില്ലാത്ത വേറൊരു ആംഗിളിലുള്ള ഒരു ആക്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ പാർവതി തിരുവോത്തും ഞാൻ പറഞ്ഞില്ല, പുള്ളിക്കാരി വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു അഭിനയിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു 10 രൂപക്ക് അഭിനയിക്കാൻ പറഞ്ഞാൽ മിനിമം ഞാൻ 15 രൂപക്കെങ്കിലും അഭിനയിച്ചിരിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി അഭിനയിക്കുന്നത്. ഭയങ്കരമായിട്ട് നമ്മൾ പറയാം അവരുടെ ഒരു സ്റ്റൈലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ പല സ്ഥലത്തും എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊരു എന്താ പറയുക ഒരു ഓവർ ആക്ടിങ് ഫീൽ ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. കാരണം എന്താ പറയുക, അടിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ പഴയ തമിഴായിട്ടുള്ള ആൾക്കാർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഴയ ആൾക്കാരല്ല, ഇപ്പോൾ നമ്മുടെ സൂറാറെ പൊട്ടറിൻ്റെ അകത്ത് അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു ലൗഡായിട്ടുള്ള, ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ട് റായൻ ലൈക്ക് എന്നുള്ള അപർണ ബാലമുരളി സെയിം പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു 10 ഇരട്ടി ലൗഡായിട്ടുള്ള ക്യാരക്ടറാണ് പാർവതി തിരുവോത്ത് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമോഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാം പീക്ക് ഇമോഷൻസ് ആണ്. അപ്പോൾ ചില സമയത്ത് ഈ പീക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു അരോചകത്വം ചില സ്ഥലത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് പുള്ളിക്കാരി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അതിന് 100% കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അത് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ചില സീനുകൾ വന്നിട്ട് അത് മുഴച്ചെനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ കാരണം. സെയിം വിത്ത് ചില സമയത്ത് വിക്രം നമ്മൾ പറഞ്ഞില്ല, ചിലപ്പോൾ അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു.
ചില സീക്വൻസുകളൊക്കെ. ഇതിനകത്ത് എനിക്ക് എന്താ പറയുക, ഇതൊക്കെ ഇതിൻ്റെ പോസിറ്റീവ് വശമാണെങ്കിൽ ഇതിന് നെഗറ്റീവ് ഏരിയയിലേക്ക് പറയുമ്പോൾ, അതായത് നെഗറ്റീവ് അല്ല, നമ്മുടെ വാട്ട് ഡിഡിൻ വർക്ക്. അതിനകത്ത് മെയിനായിട്ടുള്ള CG ആണ്. പല സ്ഥലത്തും CG ഭയങ്കര വേഴ്സ്റ്റായിട്ട് തോന്നി. കാരണം ഇത്രയും സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് CGയിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു എന്ന് തോന്നി. കാരണം പാമ്പിൻ്റെ CG ആയി കഴിഞ്ഞാൽ ഒരുപാട് തലത്ത് CG ഉണ്ട്. സോ അതൊക്കെ വന്നിട്ട് അത്ര ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട് തോന്നിയില്ല. അതൊരു ഇപ്പോൾ ചോരയൊക്കെ വരുന്ന സീൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ചും കൂടി എന്താ പറയുക, ഭയങ്കര ഒരുമാതിരി CG ആണെന്ന് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ. അത് ഇത്രയും വലിയ സിനിമയിൽ അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഞാൻ പറഞ്ഞില്ല, പശുപതിയുടെ ക്യാരക്ടർ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഒത്തിരി കൺഫ്യൂസിങ്ങും ഒത്തിരി കോംപ്ലിക്കേറ്റഡും ആക്കുന്നുണ്ട് ഈ സിനിമേനെ. അതുപോലെ തന്നെ അവിടെ നോൺ ലീനിയർ കട്ട്സ് വരുന്നതും നമുക്ക് കുറച്ചൊരു ഫോളോ, കാരണം ഒന്നാമെന്ന് വെച്ചാൽ ഈ സിനിമ ഭയങ്കര ടൈറ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ലാംഗ്വേജ് അത്രയും ടഫാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇത്രയും സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ഈ നോൺ ലീനിയർ കട്ട്സ് കൂടി വരുന്ന സമയത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു റിവ്യൂസ് ആ രീതിയിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ ആസ് എ ഹോൾ ഒരു വ്യത്യാസമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വേറെ രീതിയിലുള്ള അപ്രോച്ചും വേറെ രീതിയിലൊരു ഫിലിം മേക്കിങ്ങും പാരഞ്ജിത്തിൻ്റെ ക്രക്സ് വെച്ചുകൊണ്ട് തന്നെ വേറൊരു രീതിയിലുള്ളൊരു അപ്രോച്ച് ചെയ്തിട്ട് ചെയ്ത പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. ഒരു പരിധി വരെ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമ വന്നിട്ട് എന്നെ പിടിച്ചിരുത്താൻ വേണ്ടി ഫസ്റ്റ് ഹാഫ് ഒക്കെ പിടിച്ചിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫും അതുപോലെ തന്നെ പിടിച്ചിരുത്താൻ വേണ്ടി. അപ്പോൾ ഫൈറ്റ് സീക്വൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലതാണെങ്കിലും ചില സീക്വൻസ് ഒക്കെ ഭയങ്കര പ്രൊലോങ്ഡ് ആയി. പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് ഇതിനൊരു ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്തിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ എന്താ പറയുക, ഓക്കെ ഇതാണല്ലോ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്, ഇത് തന്നെയല്ലേ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ള ഫീലിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഒരു എഫേർട്ട്, ഒരു ബിൽഡിങ്, ആ ഒരു പരിപാടി വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള പോലെ തോന്നി. ഒരു ഹൈപ്പും എക്സ്ട്രീംലി ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ഒരു ഹൈപ്പ് മീറ്റ് ചെയ്യുന്ന വെച്ചാൽ ആ ഹൈപ്പ് മീറ്റ് ചെയ്തില്ല. പക്ഷേ ആസ് എ ഹോൾ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ആക്ച്വലി തൻകാലാൻ ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു നമ്മളെ പൂർവികം നമ്മളെങ്ങനെയാണ് വന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ടും വളരെ എന്താ പറയുക ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടും പറയാൻ വേണ്ടിയിട്ട് പാരഞ്ജിത്തിന് പറ്റിയിട്ടുണ്ട്. സോ തങ്കലാൻ വിക്രമത്തിൻ്റെ ഈ റീസെൻ്റ് വിക്രത്തിന് പറ്റിയ പരിപാടികളൊക്കെ, അതായത് പൊന്നിയിൻ സെൽവൻ 1 മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിക്രം പുള്ളിയുടെ കംപ്ലീറ്റ്ലി എഫേർട്ട് ഇടുന്നതിലൂടെയും അതിനുള്ളൊരു ബെനിഫിറ്റ്, അതിനുള്ളൊരു ഔട്ട്പുട്ട് വിക്രത്തിന് കിട്ടാറില്ല. പക്ഷേ ഈ സിനിമയിലെങ്കിലും അത് പ്രോപ്പറായിട്ട് എല്ലാവരും പോയി കണ്ട് അത് പുള്ളിനെ വന്നിട്ട് പുള്ളിയുടെ ആ ഒരു ഹാർഡ് വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ തങ്കലാൻ ഓവറോൾ ഡീസൻറ്റ് വാച്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സബ് ടൈറ്റിൽ ഉള്ള തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ വൻപിച്ച നിരാശയായിട്ടായിരിക്കും എല്ലാവർക്കും ഇത് അനുഭവപ്പെടുക. കാരണം നമുക്കൊന്നും മനസ്സിലാവില്ല, കാരണം അത്രയും ടഫായിട്ടുള്ള തമിഴാണ്. സോ ഡു വാച്ച് തങ്കലാൻ ഇൻ യുവർ തിയേറ്റേഴ്സ്.